വെൽക്കം ബാക്ക്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു സെഷനാണ്. നമ്മൾ സ്കൂളിൽ മുതൽ പഠിക്കുന്ന ഒരു സ്റ്റഫാണ് അല്ലേ, ലോജിക് ഗേറ്റുകൾ. അതിനകത്തൊരു സിമ്പിളായിട്ടുള്ള ഗേറ്റാണ് ഏതാ, ഒരു നോട്ട് ഗേറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഗേറ്റ് എന്നല്ല, ഇറ്റ് ഈസ് നോട്ട് ഗേറ്റ്. ഇതാണ് നമ്മളുടെ CD4069 IC ചിപ്പ്. 14 പിൻ IC ആണ്. അപ്പോൾ 7th പിൻ ഇതിൻ്റെ ഗ്രൗണ്ടാണ്. മിക്കവാറും കുറേ IC ചിപ്പുകൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളുടെ ഫസ്റ്റ് ലൈനിൽ ലാസ്റ്റ് എൻഡ് ഗ്രൗണ്ട്, പിന്നെ സെക്കൻഡ് ലൈനിൽ ലാസ്റ്റ് എൻഡ് VCC ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ ഇത് പവർ ഓൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾക്ക് പിൻ നമ്പർ 1 ഇൻപുട്ടാണ്, 2 ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു നോട്ട് ഗേറ്റ് എടുക്കാം. ഇവിടെ ഞാൻ ഒരു LED ഇവിടെ എടുത്ത് വയ്ക്കുന്നു. ഇനി ഔട്ട്പുട്ട് എനിക്ക് എളുപ്പത്തിന് ഞാൻ പിൻ നമ്പർ 6 ഔട്ട്പുട്ട് എടുത്തിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ LED ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇൻപുട്ട് എനിക്ക് ഒരു വയർ യൂസ് ചെയ്തിട്ട് ഇവിടെ 0 ആണ് ഞാൻ കണക്ട് ചെയ്യുന്നതെങ്കിൽ, 0 കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് ഗ്രൗണ്ട് വേണം അല്ലേ. നമ്മളുടെ പവർ സപ്ലൈൻ്റെ ഗ്രൗണ്ടാണ് ഇവിടെ 0 ആയിട്ട് പരിഗണിക്കുന്നത്. നമുക്കിതിനൊന്ന് പവർ അപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ LED ഓൺ ആവുന്നുണ്ട്. ഇനി 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 0, LED ഓഫായി. അപ്പോൾ LED ഓഫ് ആവുന്നത് മാത്രം കണ്ടിട്ട് നമുക്ക് 0 എന്ന് പറയാൻ കഴിയില്ല അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 0യ്ക്കും ഒരു LED കത്തുന്ന പോലെ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്ത് നോക്കാം. ഇതെനിക്ക് 1 എന്ന് കാണാനുള്ള ഔട്ട്പുട്ടാണെങ്കിൽ, ഇതെനിക്ക് 0 എന്ന് കാണാനുള്ള ഔട്ട്പുട്ട്, 2 LED. അപ്പോൾ 2 LEDയും തിരിച്ചും മറിച്ചുമാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ട് ഞാൻ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ ഇവിടെ നിന്ന് ഗ്രൗണ്ടും ഇവിടെ നിന്ന് പ്ലസ് VCCയും കൊടുക്കുന്നുണ്ട്. യെസ്, ഇപ്പോൾ ഗ്രീൻ LED നോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആണെന്നാണ്. ഇനി ഞാനിത് അഴിച്ചിട്ട് ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. ഓക്കെ, ഇവിടെ നമ്മൾ വയർ ഇന്നിലോ ഔട്ടിലോ മീൻസ് 1ലോ 0ലോ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാനിങ്ങനെ കൈകൊണ്ട് ടച്ച് ചെയ്യുമ്പോഴൊക്കെ പലതും സംഭവിക്കും. ഇത് ആക്ച്വലി നമ്മൾക്ക് ഒരു അൺനോൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബിഹേവിയറാണ്. അപ്പോൾ അതിനെ നമ്മൾക്ക് റിലയബിൾ അല്ല, നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു CMOS IC ചിപ്പാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ പല എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്തതുപോലെ ഒരു LDR ഞാനിവിടെ യൂസ് ചെയ്യാണ്. നമുക്കിതിന് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്ര, ലൈറ്റിനനുസരിച്ച് എത്ര റെസിസ്റ്റൻസ് മാറുന്നു, ഇതെല്ലാം അറിയണം. നമുക്ക് ലൈവായിട്ട് നോക്കാം. 20K വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. യെസ്, കറക്റ്റായിരുന്നു. അതായത് 750 ohms ഒക്കെയാണ് നമ്മൾക്ക് ലൈറ്റ് ഉള്ളപ്പോൾ ഉള്ള റെസിസ്റ്റൻസ്. ഞാൻ ലൈറ്റിനൊന്ന് മറയ്ക്കുകയാണെങ്കിൽ 4 kilo ohms ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സിംപ്ലി നമ്മൾക്ക് 750 ohmസിൻ്റെയും 4 kilo ohmസിൻ്റെയും ഇടയിലുള്ള ഒരു റെസിസ്റ്റർ ഏതും വർക്കാവും. നമുക്ക് 1 kilo ohms ഉണ്ട്. വളരെ സിമ്പിളായിട്ട് 1 kilo ohms തന്നെ വെച്ച് നോക്കാം. ഇപ്പോൾ നമുക്കൊരു ബയസിങ് ഉണ്ടല്ലേ. നമ്മൾ LDR ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് പോലെ ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ ഒരു വോൾട്ടേജ് ബിൽഡപ്പ് ആവുന്നത് പോലെയല്ലേ. നമുക്ക് ഈ വോൾട്ടേജ് എത്രയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ LDRൻ്റെ അക്രോസ് 2.5 ആണ്. ഞാൻ ലൈറ്റ് മറയ്ക്കുകയാണെങ്കിൽ അത് 4.8 ഒക്കെ ആവും. ഇതിനെ നമ്മൾക്ക് നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തിട്ട് സിമ്പിളായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. യെസ്, ഇപ്പോൾ 1 and 0 നമുക്ക് മാറുന്നത് കാണാൻ പറ്റും. ഞാൻ ഇവിടുത്തെ വെളിച്ചം മറയ്ക്കുമ്പോൾ 0 കിട്ടുന്നു, ലൈറ്റുള്ളപ്പോൾ 1 കിട്ടുന്നു. ഓക്കെ, 1 and 0. യെസ്, ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മൾ LED മാത്രമാണ് കത്തിക്കുന്നത്. നമ്മൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു റിലേനെ ഡ്രൈവ് ചെയ്യാം. റിലേ ഡ്രൈവ് ചെയ്യാനായിട്ടൊരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാം. റിലേ നമുക്ക് പ്ലസ് എന്ന് പവർ കൊടുത്ത് വയ്ക്കാം. ഇനി LED റിമൂവ് ചെയ്യാം.
ഇനി ഔട്ട്പുട്ട് ഡയറക്റ്റ്ലി നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക്. യെസ്, റിലേ ഓൺ ആവുന്ന സൗണ്ട് കേട്ടോ അല്ലേ? ഇനി നമുക്ക് ഈ റിലേ ഓൺ ഓഫ് ആവുന്നതിൻ്റെ ശബ്ദം ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, വെളിച്ചം മറയുമ്പോൾ ടക് ടക് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? ഇനി ഈ റിലേ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ റിലേൻ്റെ കോമൺ പിന്നെ NC ഇവിടെ നിന്ന് നമുക്ക് ഓരോ കണക്ഷൻ എടുക്കാം. ഓക്കെ, ഇനി ഈ രണ്ട് എൻഡിൽ നമുക്ക് എന്ത് കൊടുത്താലും സ്വിച്ച് ചെയ്യാൻ പറ്റും അല്ലേ? ഞാൻ ഈ ബൾബ് തന്നെ കൊടുക്കുകയാണ്. ഇപ്പോൾ ബൾബ് ഓൺ ഓഫ് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? നമ്മൾക്ക് ആവശ്യം ഒരുപക്ഷെ നേരെ തിരിച്ചായിരിക്കും. കാരണം വെളിച്ചം മറയുമ്പോൾ ബൾബ് ഓഫ് ആവുന്നു, വെളിച്ചം വരുമ്പോൾ ബൾബ് ഓൺ ആവുന്നു. നമ്മൾക്ക് ആവശ്യം അങ്ങനെയല്ല. അപ്പോൾ ഈ ലോജിക്ക് എങ്ങനെ മാറ്റാം? 2-3 തരത്തിൽ മാറ്റാം. നമുക്ക് സിംപ്ലി ഒരു ടൈപ്പിൽ മാറ്റി നോക്കാം. ഓക്കെ, ഇപ്പോൾ വെളിച്ചം ഉള്ളപ്പോൾ ബൾബ് ഓഫായിരിക്കുന്നു. വെളിച്ചം പോയി കഴിഞ്ഞാൽ, അതായത് LDRലേക്കുള്ള വെളിച്ചം ഞാൻ മറച്ചു, അപ്പോൾ ബൾബ് ഓണായി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കൊരു സ്റ്റേറ്റ് വന്നപ്പോഴാണ് ഇപ്പോൾ കർ എന്ന ഒരു റിലേ ഓൺ ഓഫും ആയത് സ്പീഡിൽ. വെളിച്ചമില്ലാത്ത സമയത്ത് നമ്മൾക്ക് ബൾബ് ഓൺ ആവും, വെളിച്ചമുള്ളപ്പോൾ ബൾബ് ഓഫ് ആവും. നോട്ട് ഗേറ്റ് നമ്മൾ ചെയ്ത് നോക്കി. ഇത് ഇനി അങ്ങോട്ട് ഒരുപാട് ഡിസൈനിങ്ങിനകത്തെല്ലാം നമ്മൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കോമ്പോണൻ്റ് ആണ് ഈ നോട്ട് ഗേറ്റ്. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.